എനിക്ക് ഹരിപ്രിയയുടെ ഒരു വിരോധമില്ല. അവൾക്ക് വേണ്ടി നീ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ സുപ്രിയയുടെ ഓർമ്മകൾ പോലും ഇപ്പൊ എന്നിലേക്ക് വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും നിന്നെയാ. നിന്നെ. നിന്നോടുള്ള സ്നേഹത്തിന് തടസ്സമാവുന്നതൊന്നും ഓർക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ആ വീടിനെ കുറിച്ചുള്ള ഒന്നും നീ എന്നോട് ചോദിക്കരുത്. ഇവിടെ നീ എനിക്ക് വാക്ക് തരണം. ഹരിപ്രിയയ്ക്ക് അവളുടെ ചേച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ടാവും. പക്ഷെ ആ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിന് തടസ്സം നിൽക്കരുത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നീ എന്തിനാ സുപ്രിയയുടെ ചിത്രം ഈ വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയത്? ആ ഓർമ്മകൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടല്ലേ? ആ ചിത്രം കാണുമ്പോൾ നിന്റെ സമാധാനം നഷ്ടപ്പെടുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? അതുപോലെ തന്നെ എനിക്ക് ആ വീട്, അടച്ചുപൂട്ടിയ ആ വീടും അതിനെക്കുറിച്ചുള്ള ഓർമ്മകളും എല്ലാം എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന. ഇനി അത് വേണ്ട. അതിനെക്കുറിച്ചൊന്നും എന്നോട് ചോദിക്കുകയും വേണ്ട. നമുക്കിനി നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ആഹാ, ഇതുവരെ എഴുന്നേറ്റില്ലേ? ഹലോ സുപ്രിയ, എഴുന്നേറ്റേ. എന്തെങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നേ? എഴുന്നേക്ക് എഴുന്നേക്ക്, നമുക്ക് എക്സസൈസ് ചെയ്യാൻ പോണ്ടേ? എണീറ്റേ, വാ എണീക്ക്. എണീക്ക്, എക്സസൈസ് ചെയ്യാനുള്ളതല്ലേ. ഇന്നൊന്നിനൊരു മൂഡും ഇല്ല. ആഹാ, അതെന്തു പറ്റി? എന്തോ എനിക്കറിയില്ല. ഇന്നലെ ഡീക്ക് എങ്ങനെ പറഞ്ഞോണ്ടാ? അതോർത്ത് നീ വിഷമിക്കണ്ട. നീ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കും. ഞാനല്ലേ ഇവിടെ ഉള്ളത്? വേണ്ട ജ്യോതി, ചാവദോഷമുള്ളവളാ ഞാൻ. ഒന്നും ആഗ്രഹിക്കാനേ പാടില്ല. എന്തോന്ന് ചാവദോഷോ? ഒന്ന് പോയേ ഇവിടുന്ന്. ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയല്ലേ. എങ്ങനെയെങ്കിലും കുറച്ചു ദിവസം നിനക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരും. പോരെ? വേണ്ട, ഇനി എനിക്കതിന് ആഗ്രഹമില്ല. ഉണ്ടായിരുന്ന ആഗ്രഹമൊക്കെ ഇന്നലത്തോടെ തീർന്നു. DKയുടെ അനുവാദത്തോടെ ആ വീട്ടിൽ പോയി താമസിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അതിന് സാധിച്ചില്ല. DK ഒരിക്കലും അതിന് സമ്മതിക്കൂല. അതെന്തുകൊണ്ടാന്ന് നിനക്കറിയില്ലേ? ഹിറ്റ്ലറിന്റെ മനസ്സിൽ അത്രമാത്രം വേദന ഉള്ളതുകൊണ്ടാ. ആ വീടിനെ കുറിച്ചും നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ ഹിറ്റ്ലറിനെ സങ്കടപ്പെടാനല്ലാതെ മറ്റെന്താ ഉള്ളേ? അപ്പൊ പിന്നെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുള്ള ഒരു സ്ഥലത്തിനെ കുറിച്ച് നീ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചാ ഹിറ്റ്ലറിന് ഇങ്ങനല്ലാതെ വേറെ എന്ത് മറുപടിയാ പറയാൻ പറ്റുക? എനിക്കറിയാം, DK വേദനിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാനത് ചോദിച്ചത്. പക്ഷെ പാടില്ലായിരുന്നു എന്ന് പിന്നീടാ മനസ്സിലായത്. ഇവിടേക്ക് വരുമ്പോ എന്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് വരെ നിന്നോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല. മരിക്കുമ്പോ ആ വീട്ടിൽ കിടന്ന് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പണ്ട് DKയും ഞാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൊരു വാക്കാത്. എന്ത് വാക്ക്? എന്നോടുള്ള സ്നേഹത്തിന്റെ ഓർമ്മയ്ക്കായി DK എനിക്ക് വേണ്ടിയാ ആ വീട് പണിതത്. പക്ഷെ അതിന്റെ കൂടെ എനിക്കൊരു വാക്കും തന്നു. ഞങ്ങളിൽ 2 പേരിൽ ആരാദ്യം മരിച്ചാലും മരിക്കുന്ന ആളിന്റെ ശവം ആ വീടിന്റെ മുന്നിൽ അടക്കണം. പിന്നീട് എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും മറ്റേയാള് മരിക്കുമ്പോ ആദ്യ ആളിനെ അടക്കിയതിന് തൊട്ടടുത്ത് പരസ്പരം ചേർത്ത് വെച്ച് രണ്ടാമത്തെ ആളിനെ അടക്കണം. ഒരേ മണ്ണിൽ അടുത്തടുത്ത കുഴികളിൽ ഒരുമിച്ചുറങ്ങണം. അതായിരുന്നു എന്റെ ആഗ്രഹം. DKയും അത് സമ്മതിച്ചത്. എന്തോറ്റി? എന്റെ കഥ കേട്ട് ഷോക്ക് അടിച്ചോ? നിന്റെ ആഗ്രഹം എപ്പം നടത്തിത്തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം. നീ പോകുന്നതിന് മുമ്പ് ഞാൻ നിന്റെ ആഗ്രഹം നടത്തിത്തരും.
അവിടെ കിടന്ന് നിനക്ക് മരിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു 2 ദിവസം നിന്നെ അവിടെ താമസിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്ത് ഡ്രാമ കളിച്ചിട്ടായാലും അത് ഞാൻ നിനക്ക് സാധിച്ചു തരും. എന്തേ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ചിരിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ സത്യം. എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ജ്യോതി ഞാൻ ചിരിച്ചത്. എനിക്കിപ്പോ വിശ്വാസം ഇല്ലാത്തത് ഈശ്വരനെയാ, വിധിയെയാ. നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും, പക്ഷേ മുകളിലിരിക്കുന്ന തമ്പുരാനുണ്ടല്ലോ, അങ്ങേർക്ക് ചിലപ്പോ ഇത് ഇഷ്ടപ്പെടില്ല. നിന്റെ ആഗ്രഹം നടക്കണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ച തീർന്നില്ലേ? അങ്ങനെ തീരുമാനിക്കുന്നെങ്കിൽ തീരുമാനിക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് ഞാനത് നടത്തി തരും. നീ നോക്കിക്കോ, ഇത് എന്റെ വാക്കാ, തെറ്റിക്കില്ല ഞാൻ. ഇതുവരെ കുളി കഴിഞ്ഞില്ലേ? ഡ്രസ് ഞാനിവിടെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ദേ കഴിഞ്ഞു, താൻ അവിടെ വെച്ചേക്ക്. ഷൂ എവിടെ? ഇത് പോളിഷ് ചെയ്തിട്ടില്ലല്ലോ. താനിത് എന്തേ കാണിക്കുന്നത്? അതൊക്കെ പുറത്തു കൊടുത്ത് പോളിഷ് ചെയ്യിപ്പിക്കാം. അതൊന്നും സാരമില്ല, ഇതൊക്കെ ഒരു ഭാര്യയുടെ കടമയില്ലേ? ഷൂ പോളിഷ് ചെയ്യുന്നതും ഡ്രസ് ഇളക്കി തരുന്നതും മാത്രമാണോ ഭാര്യയുടെ കടമ? പിന്നെന്താ? ഒരു നല്ല ഭർത്താവിന്റെ ഉത്തമ ഭാര്യയായിരിക്കാനുള്ള പ്രധാനപ്പെട്ട വഴികൾ ഇതൊക്കെ. അങ്ങനെ എന്റെ ഭാര്യയായി എന്റെ കാര്യങ്ങൾ മാത്രം നോക്കി താൻ ഇവിടെ ഈ വീടിനകത്ത് ഒതുങ്ങി കൂടണമെന്ന് ഒരാഗ്രഹവും എനിക്കില്ല. പിന്നെ തനിക്ക് തന്റേതായ ആശയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും, തന്റെ സ്വപ്നങ്ങളുണ്ടാവും. അത് സാക്ഷാത്കരിക്കാൻ ഞാൻ എന്ത് ചെയ്യണോ അത് ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ബിസിനസ്സിൽ എന്നെ സഹായിക്കാനാണ് താല്പര്യമെങ്കിൽ അതാവാം. അതല്ല, സ്വന്തമായിട്ട് തനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കതും ആവാം. ഞാൻ പറഞ്ഞത് താൻ കേട്ടില്ലേ? കേട്ടു, വളരെ സന്തോഷം. പക്ഷേ എന്റെ ഹിറ്റ്ലറെ, ഞാനൊരു സാധാരണ പെൺകുട്ടിയാ, ഒരു തനി നാട്ടിൻപുറത്തുകാരി. ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും അങ്ങനെ എന്റെ തലയിൽ കയറത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ചെയ്യുന്ന മണ്ടത്തരമൊക്കെയാണെന്ന് സ്വയം ബോധ്യമുണ്ട്. കുറച്ചൊക്കെ. പക്ഷേ ആരുടെയും സഹായം ഇല്ലാതെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന എന്റെ ഒരു ആഗ്രഹം. എനിക്കറിയാം ഹിറ്റ്ലറെ, ഞാൻ പറഞ്ഞ നിങ്ങൾ എനിക്ക് ഏത് ബിസിനസ്സും ഇട്ടുതരും. പക്ഷേ അതൊന്നും എന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നൊരു സന്തോഷം എനിക്ക് കിട്ടത്തില്ല. ഞാൻ അധ്വാനിക്കണം, എന്റെ വിയർപ്പ് കൊണ്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങണം. അതൊക്കെ നല്ല കാര്യങ്ങളാ. പക്ഷേ ഇവിടെ എന്റെയും നിന്റെയും എന്ന് പറയുന്ന വാക്കിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നമ്മുടേത്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടേതാ. നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ ദുഃഖത്തിലും അങ്ങനെ ഒരുമിച്ചാണ് അങ്ങോട്ടുള്ള യാത്ര. അപ്പോ എന്റേതെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? എടാ കൊതിയ, രോഗി നീയാണോ അതോ ഇവനോ? അങ്ങനെ ചോദിക്കും. അതിന് ഈ ഓറഞ്ച് രോഗിക്ക് മാത്രമേ കഴിക്കാമെന്ന് ആരാ പറഞ്ഞു? രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ കഴിക്കാം. നിന്നെ കൂട്ടിരുത്തിയാ അവസാനം ഇവന് കഴിക്കാൻ ഒന്നും കിട്ടത്തില്ല. എങ്ങനെയുണ്ട്? വേദനയുണ്ട്, എന്നാലും ഒരു ആശ്വാസമുണ്ട് ഡി കെ. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അത് നിങ്ങളോട് പറയാനാ ഞാൻ വന്നത്. എന്താ ഡി കെ?
നിങ്ങൾ ആരും തൽക്കാലം ഇനി ദൂരത്തേക്കൊന്നും പോകണ്ട. ഇവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ നോക്കിയാൽ മതി. റെസ്റ്റോറന്റ് ചുമതല ഇന്ന് മുതൽ ശ്രീരാമനായിരിക്കും. അല്ല, അപ്പൊ എനിക്കോ? തൽക്കാലം ഇവിടെ ഇരുന്ന് ഗോകുലിനെ നോക്കുന്ന ചുമതല മാത്രം നീ നോക്കിയാൽ മതി. അവന് സുഖാവട്ടെ. അത് കഴിഞ്ഞ് റെസ്റ്റോറന്റിന്റെ പർച്ചേസ് സെക്ഷൻ നിന്നെ ഏൽപ്പിക്കും. അയ്യോ, അത് നഷ്ടത്തിലാവും ഡീക്കെ. ബുദ്ധിയില്ലാത്തവനെ പർച്ചേസ് ഏൽപ്പിച്ചാലേ ഇവൻ ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങിച്ചു കൂട്ടും. ആരാ പറഞ്ഞ എനിക്ക് ബുദ്ധിയില്ലാന്ന്? അതിപ്പോ ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? നീ ചെയ്തു കൂട്ടുന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ നോക്കിയെടുത്താനുള്ള പ്രായോഗിക ബുദ്ധിയും വിവേകവും എല്ലാം ഉണ്ട്. നിങ്ങളുടെ ഒത്തൊരുമയാ ഈ വീടിന്റെ ഏറ്റവും വലിയ ബലം. നിങ്ങൾ 3 പേരും എൻ്റെ അടുത്ത് വേണം. പിന്നെ ഇവിടെ തന്നെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. കൊച്ചിയിലെ ബിസിനസ് തൽക്കാലം മറ്റാരെങ്കിലും ഏൽപ്പിക്കാം. ഗൂഗിൾ, നിനക്കിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്താ ഡീക്കെ ഇങ്ങനെയൊക്കെ? ഞാനിതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലേ എടുത്തിട്ടുള്ളൂ. ഒരു ആക്സിഡന്റിൽ എൻ്റെ കയ്യോ കാലോ ഒടിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മൾ ആരോട് പകരം ചോദിക്കാൻ പോകും? ഇതിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആ മൂർത്തിയുടെ 2 കാലും തല്ലി ഒടിച്ചില്ലേ? ഇനി ആ വിഘ്നേഷ് വെയിറ്റിംഗ് അല്ലേ? അവനെ കിട്ടിയാ നമ്മൾ അവന്റെ 2 കാലും അങ്ങ് തല്ലി ഓടിക്കില്ലേ? അവന്റെ കാര്യത്തിൽ നമ്മൾ തൽക്കാലം ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ അവനെ മറന്നിട്ടൊന്നുമില്ല. മൂർത്തിക്ക് കൊടുത്തതിൻ്റെ ഇരട്ടി നമ്മൾ അവനും കൊടുക്കും. ആ, ഗോകുലിന്റെ കാലൊന്ന് സുഖമായിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫാമിലി ടൂർ പോകാൻ. അതുകൊള്ളാം, ഉഗ്രൻ ഐഡിയ. റെസ്റ്റോറന്റ് നടത്തിപ്പ് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇനി കുറച്ച് നാൾ ഞാനൊന്ന് വിശ്രമിക്കാൻ പോവാ. എങ്ങോട്ട് വിശ്രമിക്കാൻ? ഡീക്ക് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഒരിടത്തേക്കും പോകണില്ല, ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ റെസ്റ്റോറന്റിന്റെ നടത്തിപ്പ് ചുമതല ഇനി നിങ്ങൾക്കായിരിക്കും. അതിന്റെ തുടക്കമാ ഇന്നു മുതൽ ശ്രീരാമനെ അവിടേക്ക് അയക്കുന്നത്. എന്താ, റെഡിയല്ലേ ശ്രീറാം? റെഡിയാണ് ഡി കെ. ഡി കെ എന്ത് ചെയ്താലും അത് ഞങ്ങളുടെ നല്ലതിനായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ശരി, എന്നാ പിന്നെ നടക്കട്ടെ. കണ്ടില്ലടാ ഡീക്കയുടെ ഒരു കരുതൽ. ഇതുപോലെ ഒരാളെ നമുക്ക് എവിടെ കിട്ടും? ശരിയാ, ഡി കെയുടെ കൂടെ അല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോയേനെ. അപ്പോ റെസ്റ്റോറന്റിന്റെ പർച്ചേസ് വിഭാഗം എനിക്കാ. മനസ്സിലായല്ലോ? ഞാൻ പർച്ചേസ് ചെയ്യുന്ന എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ നോക്കിയോ. എന്റെ ഈശ്വര, ഇതോടെ ഡീക്കയുടെ കഷ്ടകാലം തുടങ്ങും. ആ, കൊള്ളാം. ഇവൻ ഇതുപോലെ ഓറഞ്ച് മുന്തിരി ആപ്പിളും ഒക്കെ ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. അതെ അതെ അതെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതും വേണം. നമുക്കും അകത്തേക്ക് വല്ലതും പോകണ്ടേ? ആ, എന്നാ പിന്നെ നിങ്ങളിരിക്കും, ഞാൻ റെസ്റ്റോറന്റിൽ പോയിട്ട് പോട്ടോ. എന്തോന്നേ ഈസ് ദിസ് ക്വയറ്റ് അൺബിലീവബിൾ. എങ്ങനെ ഇത് സംഭവിച്ചു? മിറാക്കിൾ, മിറാക്കിൾ ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ അത്ഭുതം തന്നെയാണ്. ഡോക്ടർ, കാര്യം എന്താന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല. ടെസ്റ്റ് റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ ഇങ്ങനെ ചിരിക്കുന്ന എന്തിനാ? കാര്യം പറയൂ ഡോക്ടർ. പറയാം. യു ആർ എസ്കേപ്ഡ്. എടോ, മരണത്തിൽ നിന്ന് താൻ രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ദാ ഇതിനകത്തുണ്ട്. എവറിത്തിങ് ഈസ് നോർമൽ. സുപ്രിയ, തന്റെ ഉള്ളിലെ എല്ലാ ഓർഗൻസും സാധാരണ നിലയിലേക്ക് അതിവേഗം വന്നുകൊണ്ടിരിക്കുക. അധികം താമസിക്കാതെ തന്റെ എല്ലാ അസുഖവും മാറും. ഡോക്ടർ എന്തേ പറയുന്നത്? ഐ ആം സീരിയസ്. ഇനി പേടിക്കാൻ ഒന്നുമില്ല. യു ആർ കമ്മിങ് ബാക്ക്. 2 മാസം മുമ്പുള്ള സുപ്രിയ അല്ല ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്നത്. സത്യാണോ ഡോക്ടർ? ആ വീടും ജ്യോതിയും അവിടെയുള്ള അന്തരീക്ഷവും എല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളെ സ്വാധീനിച്ചത്. തൽക്കാലം ഈ വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് നിങ്ങൾ പോകരുത്.
വിശ്വസിക്കാൻ പറ്റുന്നില്ല ജ്യോതി. അപ്പോ DKയുടെ സാമീപ്യം തന്നെയാ ഇവളെ രക്ഷിച്ചത്. ഈശ്വര, ഇതെന്ത് പരീക്ഷണം. ഒരു 5 മിനിറ്റ് സുപ്രിയ ഒന്ന് പുറത്തിരിക്കൂ, ഞാൻ ജ്യോതിയോടൊന്ന് സംസാരിക്കട്ടെ. എന്താ ഡോക്ടർ? ജ്യോതി, ഇതൊരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ആ കുട്ടിക്ക് ജ്യോതി നൽകിയ പിന്തുണയും സ്നേഹവും മാത്രമല്ല അവളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നത്. ഒരുപക്ഷെ DKയുടെ സാന്നിധ്യം കൂടി ആവാം. ആ, തനിക്ക് കുടിക്കാൻ ചായ കാപ്പി വേണോ? ഏയ്, എനിക്ക് തണുത്ത എന്തേലും മതി. ഒരു ഫ്രഷ് ക്രീം പറയും. ഹലോ, 2 ഫ്രഷ് ലൈം കൊണ്ടുവരൂ. എന്താടോ, എന്താ തൻ്റെ മുഖത്തൊരു കൺഫ്യൂഷൻ? എടോ, തമിഴ്നാട് ക്രൈംബ്രാഞ്ചിന്റെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവരുടെ CID വിങ്ങിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ എന്നെ കാണാൻ വന്നിരുന്നു. എന്തിന്? സുപ്രിയയുടെ ബോഡി കിട്ടിയ കാര്യം താൻ മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്താടോ, എന്താ ഇപ്പൊ താൻ അങ്ങനെ ചോദിക്കാൻ കാരണം? ആ ബോഡി താൻ എവിടെ അടക്കിയത്? എന്താടോ, തനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ആ, ഇനി അതൊക്കെ കുത്തി കളക്കണോ? എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ? അതെനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഏതോ ഒരു അന്വേഷണത്തിന്റെ തുമ്പിൽ അവർ ഈ സംഭവം കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഇപ്പൊ ഇത് അന്വേഷിക്കുന്നത്. സുപ്രിയയുടെ ബോഡിയെ കുറിച്ച് അവരെന്തിനാ അന്വേഷിക്കുന്നത്? അതാ ഹോസ്പിറ്റലുകാർ കൺഫേം ചെയ്ത് തന്നതല്ലേ. അന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സും ഒക്കെ അതിന് സാക്ഷികളല്ലേ. അവരല്ലേ അത് സുപ്രിയയുടെ ബോഡിയാണെന്ന് കണ്ടെത്തിയത്. ഓക്കെ, അതൊക്കെ ശരിയാ. പക്ഷേ ആ ബോഡി അടക്കിയ സ്ഥലത്തെക്കുറിച്ചാ അവർക്കിപ്പോൾ അറിയേണ്ടത്. അതെന്തിനാ അവർക്ക് പറഞ്ഞിട്ട് കാര്യം? അതൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ സാധിക്കുമോ എന്നറിയാന് ആ ഉദ്യോഗസ്ഥൻ വന്നത്. എന്നിട്ട് താനെന്ത് പറഞ്ഞു? താൻ പണ്ട് എന്നെ പറയാൻ ഏൽപ്പിച്ചത് തന്നെ ഞാൻ പറഞ്ഞു. തമിഴ്നാട്ടിലെ ഏതോ ഒരു ശ്മശാനത്തിൽ ആ ബോഡി കത്തിച്ചളഞ്ഞു എന്ന് പറഞ്ഞു. എന്താടോ, ഞാൻ മാറ്റി പറയണമായിരുന്നോ? താനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എടോ, തനിക്കറിയാലോ, ചീഞ്ഞളിഞ്ഞൊരു ബോഡി. ആ നിലയിൽ സുപ്രിയയുടെ മുഖം ആരും കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് തെറ്റാണോ? അത് തെറ്റല്ല. പക്ഷേ അന്ന് കൊണ്ടുവന്ന് താൻ കത്തിച്ച ആ ബോഡി സുപ്രിയയുടെ തന്നെയാണെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? ഞാൻ ചോദിച്ചത് താൻ കേട്ടില്ലേ? ആ ബോഡി സുപ്രിയയുടേതാണെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നോ? ഉണ്ട്, 100% എനിക്ക് ഉറപ്പാ. അത് സുപ്രിയയുടെ ബോഡി തന്നെയാ, അതിനൊരു മാറ്റവും ഇല്ല. എന്നാ പിന്നെ കുഴപ്പമില്ല. താൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് തെളിച്ചു പറ. എടോ, അത് മറ്റൊരു പെൺകുട്ടിയുടെ ബോഡിയാണോ അല്ലയോ എന്നാ അവർ അന്വേഷിക്കുന്നത്. ആരുടെ ബോഡി? അവിടെ സുപ്രിയയ്ക്കും ശിവയ്ക്കും അപകടമുണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് ബാംഗ്ലൂരിലെ ഒരു സംഘം മെഡിക്കൽ വിദ്യാർത്ഥികൾ അവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയിട്ടുണ്ട്. ആ പെൺകുട്ടിയെ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അതിന്റെ ബോഡിയാണോന്ന് അവരന്വേഷിക്കുന്നത്. ഏയ്, ഒരിക്കലുമല്ല. സുപ്രിയയുടെ ബോഡി ഞാനാ തിരിച്ചറിഞ്ഞത്. അവളുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ, ഞാനെന്ന് അവളെ അണിയിച്ച വിവാഹമോതിരം, അതൊക്കെ അവളായിരുന്നു എന്നതിൻ്റെ തെളിവുകളാ. എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ല. എടോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇതിൻ്റെ പേരിൽ ഒരു പോലീസുകാരനും അന്വേഷിച്ച് അമരാവതിയിലേക്ക് വരരുത്. അതൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കും. മരിച്ചുപോയ സുപ്രിയയുടെ ആത്മാവിനെ ഇനിയും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാ. ശരി, ഞാൻ നോക്കാം. ജ്യോതി, മനുഷ്യ ശരീരത്തിൽ പല വിധത്തിലുള്ള ഹോർമോണുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലരുടെ സാമീപ്യം പോലും രോഗിയിൽ മാറ്റം ഉണ്ടാക്കും. നിങ്ങളും സുപ്രിയയും തമ്മിലുള്ള ബന്ധവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ സത്യങ്ങളും നിങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് മാത്രമായിരിക്കില്ല സുപ്രിയയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. സുപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണോ ഡോക്ടർ പറയുന്നത്? വന്നു എന്നല്ല,
വരാനുള്ള സൂചനകൾ രോഗിയുടെ ശരീരം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിക്കുന്ന ആൾ ജ്യോതിയാണെന്ന് എനിക്കറിയാം. ജ്യോതിക്ക് ഭയമുണ്ടോ? സുപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് ജ്യോതിയുടെയും ഡിക്കയുടെയും ലൈഫിനെ ഇല്ലാതാക്കുമെന്ന് പേടിയുണ്ടോ? ഇല്ല ഡോക്ടർ, സുപ്രിയ എന്താന്ന് എനിക്കിപ്പോൾ നന്നായി അറിയാം. അവൾ ഒരിക്കലും എനിക്കൊരു തടസ്സമോ ബാധ്യതയോ ഒന്നും ആവില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയവും ഇല്ല. എങ്കിൽ കുറച്ചു നാളുകൂടി ആ കുട്ടി അമരാവതിയിൽ തന്നെ തുടരട്ടെ. അവളും ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിക്കട്ടെ. Gama